11-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മപ്രധാനമായ രൂപക്കളം തൊഴൽ. ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സെക്കൻഡറി പാലിയേറ്റീവ് സംഗമവും പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റുകളുടെയും കൊളോസ്റ്റമി ബാഗുകളുടെയും വിതരണം നടത്തി. ശ്രീനാരായണപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി. സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് എ പി ഷിജി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, എം എസ് മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ കെ വത്സമ്മ, ഷീജ ബാബു, സെക്രട്ടറി കെ മധുരാജ്, സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സാനു എം പരമേശ്വരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലും ടാപ്പിടുക, അങ്ങനെ കുറച്ച് ജോലികളാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും സമൂഹമാകെ കൈകോർത്ത് നിന്ന് ഇടപെടേണ്ടുന്ന പുതിയ ഉത്തരവാദിത്വങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വന്നു ചെയ്യും. ഒരു 25 കൊല്ലം മുമ്പ് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കേണ്ടി വരുന്നു. ഇതിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി സെക്കൻഡറി പാലിയേറ്റീവ് ചികിത്സയ്ക്കും സഹായത്തിനൊക്കെ വേണ്ടി എത്രയോ 400 പേർക്ക് റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചത് 400. അതിൽ തന്നെ 286 പേർ വൃക്ക രോഗം ബാധിച്ചവരാണ്. വിവിധ സഹായങ്ങൾ നൽകി വരുന്നത് 280